നമ്മളെ നൈൻ ബോർഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായിരിക്കും വീട്ടുപേര്? അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പം ഇന്നലെ നമ്മളെ വീട്ടിൽ ഫുള്ള് രാത്രി പണി കിടക്കായിരുന്നു. ഇവിടെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഞാൻ പറഞ്ഞില്ലേ, കുട്ടിയൊക്കെ ഇട്ട് നമ്മുടെ സീലിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ റൂം കംപ്ലീറ്റ് ചെയ്യും. ഇന്നൊരു കൊല്ലത്തുനിന്ന് ഇന്ത്യൻ ടീം വന്ന് എല്ലാം റെഡിയാക്കാൻ കേട്ടോ. അതിന് മുമ്പ് നൈൻ ബോർഡ് കിട്ടിയിട്ടില്ല. നൈൻ ബോർഡ് ഇന്നലെ കൊടുത്തതേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. നൈൻ ബോർഡ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വാങ്ങാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിടെ പന്തലിടുന്നതിൻ്റെ അവിടെ JCB ഒക്കെ വന്ന് രാവിലെ വന്ന് ലെവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് മൃദുലയും കുഞ്ഞ് ഇവിടെ റെസ്റ്റ് തന്നെയാണ്. ഇന്ന് എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നില്ല, വെറുതെ അങ്ങോട്ട് അലച്ചിലാണ്. അപ്പോൾ എന്തായാലും മൃദുല ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് വരാം. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്, നമ്മുടെ വ്ളോഗ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പോൾ ഏട്ട ഷോപ്പിങ്ങിനൊക്കെ പോയേക്കാണ്. എന്തായാലും കുഞ്ഞുറങ്ങും. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ആയാലോ. ഈ ഓട്ടത്തിന്റെ തിരക്കിന്റെ ഇടയിൽ എനിക്ക് എന്റെ സ്കിൻ കെയർ ചെയ്യാൻ കറക്റ്റ് പറ്റുന്നേ ഇല്ല കേട്ടോ. എന്നാലും ഞാൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. നമുക്കറിയാം, നമ്മളിലുണ്ടാകുന്ന സ്ട്രെസ്സും ഫ്രീ റാഡിക്കൽസും അതുപോലെ തന്നെ ഡെഡ് സെൽസും ഒക്കെയാണ് നമ്മുടെ സ്കിന്നിനെ ഡള്ളാക്കിയും അതുപോലെ തന്നെ ഡീഹൈഡ്രേറ്റ് ആക്കുകയും ചെയ്യുന്നത്. എന്റെ ഈ പോസ്റ്റ്പാർട്ടം സ്റ്റേജിലൊക്കെ ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഒരുപാട് വരാൻ സാധ്യതയുണ്ടല്ലേ. പക്ഷെ അതിനൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഈ പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന പോലെ നമുക്ക് നല്ല ആന്റി ഓക്സിഡന്റ് റിച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട അത്യാവശ്യമാണല്ലേ. അത് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഗ്ലോയും ഈവൻ ടോണിയും റിവീൽ ചെയ്യും. അപ്പൊ ഈ പ്രോബ്ലത്തിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നപോലെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആട്ടോ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സിറം. നമ്മുടെ ഹിമാലയ ബ്രൈറ്റനിങ് വൈറ്റമിൻ സി ഓറഞ്ച് ഫേസ് സിറത്തിൽ അടങ്ങിയിരിക്കുന്നത് 10x നിയാസിനാമിഡും 5x വൈറ്റമിൻ സിയും ആണ്. പോരാത്തതിന് ഓറഞ്ചിന്റെ പവർ. കൂടാതെ ഇത് നേച്ചറിന്റെയും സയൻസിന്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനും ആണ്. ഈ ഒരു സിറം നമ്മുടെ സ്കിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഡേ 3 തൊട്ടാണ് നമുക്ക് വിസിബിളി ബ്രൈറ്റ് ആയിട്ടൊരു ഗ്ലോയിങ് സ്കിൻ തരും. ഈ ഒരു സെറത്തിന്റെ ലൈറ്റ് വെയിറ്റ് ഫോർമുല കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ പെട്ടെന്ന് അബ്സോർബ് ആവും, വിസിബിളി ബ്രൈറ്റ് ആൻഡ് ഈവൻ സ്കിൻ ടോണും തരും. ഈ സെറത്തിൽ അടങ്ങിയിരിക്കുന്ന 10x നിയാസിനാമിഡും 5x വൈറ്റമിൻ സിയും നമ്മുടെ ഫേസിലുള്ള ഡൾനെസ്സിനെ ഒക്കെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് വിസിബിളി ഒരു റേഡിയൻ സ്കിൻ തരും. കൂടാതെ നിയാസിനാമിഡും വൈറ്റമിൻ സിയും നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റേഷനെ കൂടി റെഡ്യൂസ് ചെയ്തിട്ട് നമുക്കൊരു നാച്ചുറൽ ഗ്ലോയും തരും. ഇനി ഈ ഒരു സെറം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നല്ലേ, ഇതിൽ നിന്നൊരു 2-3 ഡ്രോപ്സ് എടുത്ത് നമ്മുടെ ഫേസിലും നെക്കിലും നല്ലോണം അപ്ലൈ ചെയ്യാം. ഇത് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആവുന്നിടം വരെ അപ്വേർഡ് സർക്കുലർ മോഷനിൽ നല്ലോണം മസാജ് ചെയ്യുക. പോരാത്തതിന് ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീനിൽ ഇടുന്നത് എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. ഈ സെറം നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നൈക്കിലും അതുപോലെ തന്നെ ഹിമാലയയുടെ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെറം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് നൈൻ ബോർഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അല്ല നടക്കോ ഇറങ്ങും. കുറേ നേരം പാട്ട് കേട്ട് കിടക്കുവായിരുന്നല്ലോ, ഇപ്പൊ എന്താ പറ്റി? അത് എന്റെ സൗണ്ട് കേട്ടിട്ടല്ലേ? പൊന്നോനെ എടാ ഒന്ന് അടങ്ങടാ, ഞങ്ങക്ക് കൊറേ ജോലി ഉണ്ടടാ. ഏട്ടാ ഓൻ കണ്ണിലടിച്ചെന്ന് പറയുന്നിട്ട് അവന്റെ ഈ കയ്യില് കൈവള വെച്ചിട്ട് എന്റെ കണ്ണിട്ട് അടി. ഉരുളോട് സാധനങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെ വാങ്ങിച്ചിട്ടുള്ളതെന്ന് എന്റെ കുഞ്ഞിനെ കുളിപ്പിക്കുക. ഇതിന് ഇഡലി കൂട്ടത്തില്ല, അതില് വെള്ളം വെച്ചിട്ടാണ് കുളിപ്പിക്കാൻ. പിന്നെ ഇടിയപ്പത്തിന്റെ അച്ച്, പിന്നെ മല്ലിപ്പൊടി മുളക് മില്ലി നെല്ലിയോ വാങ്ങിച്ചേ, മല്ലിപ്പൊടി മുളക് പൊടിയും. കുഞ്ഞു കരയുന്നു മേല് കുടിക്കും. റൺ റൺ റൺ. ഗൈസ്, അപ്പോൾ നമ്മളത് സീലിങ്ങിനുള്ള വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ അവരിപ്പോൾ ഇറങ്ങും കേട്ടോ. അവർ തന്നെ പന്തലുകാർ വന്നു, ഉച്ചയ്ക്ക് ശേഷം വന്നു. പന്തലിൻ്റെ വർക്ക് അവിടെ ആരംഭിച്ച് കഴിഞ്ഞു. അതാണ് അങ്ങനെ മൃദുലയുടെ അമ്മയച്ഛന് വന്നിട്ടുണ്ട്. കരച്ചിൽ കഴിഞ്ഞു. കുഞ്ഞിനെ ചെറിയ ചൂടുണ്ടോ തോന്നുന്നു. പാരസെറ്റമോളിന്റെ ഇത് കൊടുക്കുന്നുണ്ട്, എന്നാലും അവന് ചെറിയ ചൂടുണ്ട്. ഒന്നാമത്തെ കാര്യം ഞാൻ ചൂട് സഹിക്കത്തില്ല. നമ്മൾ എത്ര ആഴ്ച ഷിംബ ഇന്ന് വെളി ഇറങ്ങിയിട്ടില്ല. കൈ അതാവന്റെ ഒരു മാസ്റ്റർ പീസ് പോസാ. ആ ഒരു പോസ് വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. അപ്പൊ നമ്മള് നൈൻ ബോർഡ് സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തായിരിക്കും വീട്ടുപേര്? നോക്കട്ടെ. ഇല്ല, വീട്ടു പേര് എന്തായിരിക്കും? ഏട്ടൻ പറഞ്ഞത് തന്നെ ആയിരിക്കും.
പാലാച്ചൻ എന്ന വീട്ടുപേര് നമുക്ക് നിങ്ങളെ കാണിക്കാം. ഞാൻ ആദ്യം മൃദുല ഒന്ന് കാണിക്കാം. ഞാൻ കാണിട്ടിരുന്നു. എന്നാലും എവിടെ നിന്ന് കിട്ടിയേട്ടൻ ഈ പേര്? എങ്ങനെയുണ്ട്? എനിക്ക് മലയാളം ഇഷ്ടപ്പെട്ടെ. എന്താ പേരെന്ന് നമുക്ക് പാലാച്ചന് കാണാൻ അന്ന് കാണിക്കാം, ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം. നമ്മളെ കബോർഡിന്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഹേ ഗായ്സ്, അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഇൻറ്റീരിയർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹാളിൽ നിൽക്കാൻ സ്ഥലമില്ല കണ്ടോ. ലുക്ക് അറ്റ് ദാറ്റ് വെറുതെ. അയ്യോ, മറ്റന്നാ പാലാച്ചൻ്റെ വീടാ. കിടക്കുന്ന കിടപ്പ് കണ്ട. ഇത് എപ്പം വൃത്തിയാക്കും എനിക്ക് അറിയത്തില്ല ഗൈസ്. ഇത് ആളെയൊക്കെ വിളിച്ച് വൃത്തിയാക്കിയാണ്. നമുക്ക് കൂടെ നാളെ വിളിച്ചാൽ മാത്രം പോയാൽ നമ്മൾ കൂടെ നിന്ന് നമ്മൾ വൃത്തിയാക്കിയിട്ട് നടക്കത്തുള്ളൂ കേട്ടോ. കരോൾ ഇവിടെ മൊത്തം കരോളാണ് ഗൈസ്. കരോൾ നട്ടുച്ചയ്ക്കൊക്കെ. പിന്നെ ഗൈസ് നമ്മളാണ് പാലാച്ചി വിളിക്കാൻ വേണ്ടി അയലോകത്തൊക്കെ പോയി. ഇനി 2-3 വീട് നമ്മൾ പുറത്ത് പോയി വിളിക്കാൻ വേണ്ടി പോകും അല്ലേ. പാലാച്ചൊക്കെ വിളിക്കാൻ പോയിട്ട് പെട്ടെന്ന് വരേണ്ടി വന്നില്ലേ? അതെ, കുഞ്ഞു വരേണ്ട ഓടി വന്നു. എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. ത്രെഡ് ഞാൻ ചെയ്തു തരാം, വണ്ടർഫുൾ ആയിട്ട് ചെയ്തു തരാം. ഇങ്ങനെ കടിച്ചില്ലേ ചെയ്യുന്നത്? ഈ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നൂലെടുത്തിട്ടുണ്ട്. അതും വിശ്വാസം ഇല്ലാത്ത വിശ്വാസമില്ലാത്തതാണോ? ഏട്ടാ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ പഠിക്കുന്നത് എങ്ങനെ എന്റെ പിരിയത്തിൽ പഠിക്കുന്നത്? ഇഷ്ടം പോലെ അങ്ങ് പഠിച്ചാൽ മതി. ഞങ്ങൾക്ക് ഇന്ന് പിരിയുണ്ട്. നിന്റെ അമ്മയ്ക്ക് എന്നെ ഒരു വിശ്വാസം ഇല്ലല്ലോ. എന്താ ഇല്ലാത്ത? സമയം 3 മണി സുഹൃത്തുക്കളെ. ഇപ്പോഴും സ്റ്റിൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളിപ്പോഴും അതേ കണക്ക് സാധനങ്ങളൊക്കെ പറക്കിയിട്ടോണ്ടിരിക്കുക കേട്ടോ. ഇവർക്ക് ഇന്ന് റെസ്റ്റ് ഇല്ല. ഫുൾ നൈറ്റ് ഫുള്ളൊന്ന് പണിയാൻ വേണ്ടി പോകണം. എന്നാലും നമുക്ക് മറ്റൊന്ന് തീരത്തുള്ളൂ. അച്ഛൻ്റെ പുറത്ത് കിടന്ന് നല്ല ഉറക്കമായി. സിറ്റ് ഒട്ടി കിടന്നുറങ്ങി. കാരണം അകത്ത് മൊത്തം പൊടിയാണ് കേട്ടോ. അത് അകത്തൊരിക്കൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല. അച്ഛൻ്റെ നല്ല ഉറക്കം. അപ്പം അവരുടെ പണിയുടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ബദലമേറി ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് നാളെ രാവിലെ ആയിട്ട് കാണാം. ഓക്കെ. ഹേ ഗായ്സ്, അപ്പം ഡേ 2 സുഹൃത്തുക്കളെ. അപ്പം ഇനി ഒരു ദിവസം കൂടി നമ്മുടെ പാലുകാച്ചിന്. ഒരു ദിവസം ഇല്ല, കുറച്ച് മണിക്കൂറുകൾ. ഒരു ദിവസം തികച്ചില്ല. അതെ ഗൈസ്. അപ്പം താഴെ തകൃതിയായിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. തീരണില്ല. നമ്മളറിയാലോ, നമ്മളെല്ലാം എടുപിടിന്നായിരുന്നല്ലോ വീട് അതെ. അതുമല്ല നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഈ ഒരു 1.5 മാസം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പണിക്കാരെ കിട്ടാനും എല്ലാത്തിനും നമ്മൾ ഒന്നത് അറിയാത്ത സ്ഥലങ്ങൾ. അപ്പൊ എന്തായാലും തന്നെ ഇന്ന് ഫുള്ള് വർക്ക് കംപ്ലീറ്റ് ചെയ്തില്ലേ. എന്തൊക്കെ പണിയുണ്ടെന്നറിയോ? എല്ലാ രാത്രിക്കുള്ളിൽ വെളുപ്പിന് വരെ നിന്നാലേ തീരത്തുള്ളൂ ഗൈസ്. അപ്പം ഇന്നലെ പെയിന്റിങ് അവര് ഫുൾ ഡേ നിന്ന് തീർത്തു. അത് കഴിഞ്ഞ് അവരിപ്പം കബോർഡിന്റെയും നമ്മുടെ വാർഡ്രോബിന്റെയും ഫുൾ നമ്മുടെ ഇന്റീരിയർ വർക്ക് റൂമിന്റെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കട്ടിങ് സൗണ്ടൊക്കെ താഴെ കേൾക്കാം. അത് ഇന്ന് തീർത്തിട്ട് വേണം ആ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അവർ ഇന്ന് വൈകിട്ടൊക്കെ ആകുമ്പോൾ അവരിറങ്ങിയതിന് ശേഷം സീലിങ്ങിൻ്റെ ലൈറ്റ് വരും, അവർ വരും, പിന്നെ ഇലക്ട്രീഷ്യൻ്റെ ആൾക്കാർ വരും. അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം റൂം ടച്ച് ചെയ്യാൻ വേണ്ടി. റൂം ടച്ച് ചെയ്യാൻ അവിടെ പെൻഡിങ് ഇട്ടേക്ക് വേണം. ബാക്കി വീട് ഫുള്ള് ഇന്ന് പെയിൻറ്റിങ്ങിന് 2 പേരുണ്ട്. അവർ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഫർണിച്ചർ കൊണ്ടുവന്ന് അവിടെ ഇവിടെ തട്ടലും അഴുക്ക് പിടിച്ചതും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീട്ടിൽ എത്ര പണിക്കാരുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എണ്ണമില്ല. കുറേ പണിക്കാരുണ്ട്. എല്ലാവരും ഓരോ സൈഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ക്ലീൻ ചെയ്യണം. നമ്മൾ TV ഫിറ്റ് ചെയ്തില്ല. TV ഒക്കെ തറ ഇട്ടേക്കാണ്. താഴെ മൊത്തം പൊടിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം. എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? എന്റെ അൻപ് മോളല്ലേ അമ്പൂട്ടം പാടോ. അമ്പൂട്ടോ കൊച്ചുങ്ങളെ തട്ടുന്ന എങ്ങനെ അറിയുമോ? നമ്മളിങ്ങനെ എടുക്കണം, ഇങ്ങനെ കിടത്തണം, എന്നിട്ട് ഇങ്ങനെ കൈ വെക്കണം, ടാപ്പോട്ട് മേപ്പോട്ട് ഇങ്ങനെ ഒന്ന് തടവി റബ്ബൊക്കെ ചെയ്ത് കോള് വരുന്നു. ഫർണിച്ചറും അതുകൊണ്ടാണ് ഡൈനിങ് ടേബിളും വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം ഇത് നേരെ അകത്തോട്ട് കയറ്റിയിട്ടുണ്ടോ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. മോഹൻലാലിന്റെ സിനിമയ്ക്കകത്ത് ഇല്ല, കാടമുട്ട പൊട്ടിക്കുന്ന സിനിമയ്ക്കകത്തുണ്ടല്ലേ, അതിനകത്ത് ഒറ്റയ്ക്ക് എല്ലാം എടുക്കുന്നത്. അപ്പൊ നോക്കിയോ മിസ്റ്റർ ബ്രഹ്മചാരി. ബ്രഹ്മറായിരുന്നു. ഇത് സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നതാന്ന് തോന്നുന്നു.
2 മതി. പക്ഷെ എന്റെ ആവശ്യമില്ല, ഞാനിപ്പോ ആരായി. അടുത്തത് വലുത് പോരട്ടെ, വലുത്. ഓ, എല്ലാം വെളിയിൽ തന്നെ വെക്കാൻ പറ്റത്തുള്ളൂ, അകത്ത് കയറ്റാൻ പറ്റത്തില്ലേ? വെറുതെ നിൽക്കുന്നല്ല, പിടി അങ്ങോട്ട്. പിടിക്കാൻ ഒറ്റയ്ക്ക് പിടിക്കണ്ട. ഇതൊക്കെ സിമ്പിള്. ഇതൊക്കെ 4 പേര് പിടിക്കുന്ന വീഡിയോ കണ്ട നാണക്കേട്. ആൾക്കാർ കയറി ആരോഗ്യമില്ലെന്ന്. 2 പേര് എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളത്. എനിക്ക് വെയിറ്റേ ഇല്ല. എന്നാ ഒറ്റ കേട്ടന്റെ മുഖത്തോട്ട് വെച്ചോട്. നമ്മളിത് കാണുന്ന ആദ്യമായിട്ടോ. ഈ കളർ എങ്ങനെ ഉണ്ട് കേട്ടോ? കളറുള്ള കോഫി ബ്രൗൺ ഇതല്ലേ നമ്മൾ സെലക്ട് ചെയ്തത്. ആ പൊടി ചെറിയ കീറുണ്ട് ഇപ്പോഴേ, കാരണം ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. അകത്ത് നടക്കുന്ന എന്തൊരു സൗണ്ട്. അതെ, എന്തിനല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടി വെറുതെ നിക്കുന്നേ. അതെ, വെറുതെ നിൽക്കാതെ എന്നാ പിന്നെ നമുക്ക് പോയാലോ? വെറുതെ വെയിറ്റ് ഉണ്ട്. ആണോ? അവർക്ക് അതല്ല, അവർക്ക് 2 കൈ വേണം. കൈ പോരെ. ഓ എന്റെ അമ്മോ, ഒരു ചൂണ്ട് വരല് മതിയെന്ന് പറ. തീർന്നല്ലേ? എത്ര സീറ്റ് അപ്പൊ? കർട്ടനൊക്കെ അവര് പിന്നെ കൊണ്ടുവരത്തുള്ളോ? കർട്ടൻ ഇനി കൊണ്ടുവരും. കൊണ്ടുവന്നാൽ സെറ്റ് ചെയ്ത് തരും. ഇനി കർട്ടനും കൂടിയാണ് ഗൈസ് വരാനുള്ളത്. കർട്ടനും കൂടി ഉള്ളു വരാൻ. അപ്പൊ നമ്മളെ സെറ്റിയും അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ അല്ല സോഫയും ഡൈനിങ് ടേബിളും വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ അതൊക്കെ ഇറക്കി വെച്ചതിന് ശേഷം നേരെ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഡ്രസ്സ് എടുക്കണം. അതുപോലെ തന്നെ വേറെ എന്താ പരിപാടി, പിന്നെ നൈമിംഗ് ബോർഡ് നമ്മൾ ചേഞ്ച് ചെയ്തേ. അതൊരു വലിയ സ്റ്റോറിയാ. വെറൈറ്റി പേര് കണ്ടുപിടിച്ചു. നമുക്ക് കൺഫ്യൂഷൻ ആയിരുന്നു. ആദ്യം ഒരു പേരിട്ടു, പിന്നെ ആ പേര് മാറ്റി. അവൻ നല്ല ഉറക്കം ബാക്കിയുണ്ട്. എനിക്ക് അവിടെ വർക്ക് തീർന്നു വൃത്തിയാക്കി ഇറങ്ങിയാലേ ഒരു സമാധാനം. അല്ല അത് ലാസ്റ്റ് വന്നപ്പോ എല്ലാം ഇറുവി പോയാലും ഒരു ഫീല്. എന്താണ് പരിപാടി? ഈ കോട്ട് ഇതിന്റെ അല്ല, അത് കണ്ടാലേ അറിയാം. കണ്ടാലേ അറിയാം. കയ്യില്ല, അപ്പൊ പിന്നെ വേറെ ഇടാനൊന്നുമില്ല. എന്നാ എടുത്ത ഫീഡിങ് ഡ്രസ് വാങ്ങിച്ചാ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഭംഗിയുണ്ട്. ചില സൈഡിൽ നോക്കുമ്പോഴേ ഇത് ഇതിന്റെ അല്ലല്ലോ. ഞാൻ കൊള്ളാതിരിക്കണ്ട. ഇത് ഇതിന്റെ അല്ല. ചേട്ടൻ ഡ്രസ്സും കൊണ്ടുവന്നു, ബാക്കിലോട്ട് പോകും. സെലക്ട് ചെയ്യോട്ട്, എന്നല്ലേ സെലക്ഷൻ ഉള്ളേ. അങ്ങനെ നിന്നെ സെലക്ട് ചെയ്തോണ്ടാണ്. നല്ല രസമുണ്ട്, കളർ ഇഷ്ടപ്പെട്ടു. മീഡിയം ആണോ? നിനക്ക് മീഡിയം മതിയല്ലേ ഇപ്പൊ? കണ്ടാ വണ്ണം തോന്നിയെങ്കിലും മീഡിയം കറക്റ്റാ. അമ്മ അവിടെ ഇരിപ്പുണ്ട് കുഞ്ഞിനെ നോക്കിയിട്ട്. കൊള്ളാം. ക്രിസ്മസ് അപ്പൂപ്പന്റെ ബാക്കിലായി പോയി. ഇന്ന് അവൾ എന്ത് ഹാപ്പി ആയിട്ടിരിക്കുന്ന അതിന്റെ റീസൺ എന്താണെന്നറിയോ? ഇതായിരിക്കുന്നു അമ്മ ഉള്ളതുകൊണ്ട് കുഞ്ഞിന്റെ ഞാൻ എടുത്തു വെച്ചോണ്ടിരിക്കണ, എനിക്കൊന്നും പറ്റത്തില്ല. അതാ അവിടെ ഇരുന്നോളൂ സുഖമായിട്ട്. അതും കൊള്ളാം, അതെടുത്തോ. എടുക്കുന്നോ? ഈ 2 എടുത്തോ. ഇട്ടോണ്ട് വന്നത് കൊള്ളത്തില്ലെന്നല്ലേ പറഞ്ഞേ? ഞാൻ ഇത് തന്നെ ഇട്ടോണ്ട് വരുമോ? അവര് ടാഗ് ഊരുന്ന പുറത്ത്. ആർക്കും ബില്ലടിക്കണ്ടേ? ഇനി ഞാൻ ഒരു തരത്തില്ല, നിങ്ങൾ മുറിച്ചെടുത്താ വേണമെങ്കിൽ. ട്രയൽ റൂമിൽ കയറുമ്പോ കഥ അടയ്ക്കണം. നമസ്കാരം ചേരാമേട്ട്. സെറ്റ് അടിപൊളി. ഒരു വേറൊരു കോളർ ടൈപ്പ്. കോളർ മറ്റേ ചൈനീസ് കോളർ. പക്ഷെ ചേരുന്ന അടിപൊളി. ഇത് മുണ്ടിന്റെ കൂടെ ഒക്കെ സെറ്റ് ആയിരിക്കും അല്ലേ? അത് കൊള്ളാം, ഇത് കൊള്ളത്തില്ല. എന്തോ ലുക്കാ ഏട്ടാ, എന്തോ ലുക്കാന്നറിയോ? ഇതാണ്ട് ഈ ടൊവിനോ അടിപൊളിയായിട്ടുണ്ട്. താഴട്ടില്ല. അമ്മ പറയും കോളറൊക്കെ ഒരിച്ചിട്ട് ഷോൾഡറൊക്കെ ഒരിച്ചിട്ട് വെട്ടി കുറച്ചാലോ. ഈ ഓവർ സൈസ് വരുമ്പോഴേ ഏറ്റവും കുറച്ചുകൂടി ഇച്ചിരി ഉള്ളത് പോലെ തോന്നിക്കുന്നത്. നമുക്ക് സ്നഗ്ഗിയൊക്കെ ഉണ്ടല്ലോ അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ? അയ്യടാ, ഞാൻ തീരുവോ? ഞാൻ പെട്ടെന്ന് എടുത്ത് 2 ഞാൻ എത്ര പെട്ടെന്ന് എടുത്തതാണ്ട് ഇട്ടോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രം എടുത്താൽ മതി, അമ്മ എടുക്കണ്ടേ? അതുകൊള്ളോ. സാധാരണ ആരാണ് ടൈം എടുക്കണത്? നമുക്കാണ്ട് ഇങ്ങനെ ആക്കുക, ഒരെണ്ണം എടുക്കുക, സ്കാൻ ചെയ്യുക, എടുക്കുക. പക്ഷെ ഇന്ന് ഞാനാ പെട്ടെന്ന് എടുത്ത്.
ഇതിന്റെ ഇതെടുക്കാല്ലേ? അത് മീഡിയം, അത് സൈസ് ആയിരിക്കും. ആഹാ, ആ വേറെ വിഷന്നാ പിന്നെ ഇരിക്കൂല, പിന്നെ ആരുടെയും ഇരിക്കൂല. സാൻഡ്വിച്ച് ഷോപ്പ് ചെയ്ത് ക്ഷീണിച്ച് മുതലേ ഞാൻ ഡൗട്ട് പോയിക്ക്. സാധാരണ സാൻഡ്വിച്ച് അങ്ങനെ ഏഴ് ലെയർ ആയിട്ടല്ലേ. അത് ബർഗർ. ഞാൻ ഒരു ഫിൽറ്റർ കോഫിയും പറഞ്ഞു, മുതലേ ഉള്ളിവട പറഞ്ഞു, വാഴക്കാപ്പം പറഞ്ഞു. ഇനി എന്താ പറയാനുള്ള ഒന്നുമില്ല. ഗൈസ്, നമ്മൾ വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടി വന്നേട്ടാ. പാലാച്ച കഴിഞ്ഞ് കയറ്റിയപ്പോ മുതലേ പാലാച്ച് കഴിഞ്ഞ് മതി, എന്നാലേ കഴുകാൻ സമയമുള്ളൂ. ഇപ്പൊ കൊണ്ടാലും കഴുകാൻ സമയമില്ല. ഇതെടുക്കാന്ന് വിചാരിച്ചേട്ടാ. നമ്മള് IFBയുടെ ഒരെണ്ണം നോക്കിട്ട് ഓട്ടോമാറ്റിക്. ഏട്ടൻ നേരത്തെ ഒന്ന് നോക്കി വെച്ചിട്ട് പോയതല്ലേ? അതെ അതെ, നേരത്തെ നോക്കി വെച്ചിട്ട് പോയത്. പക്ഷേ എനിക്ക് സാധാരണ വാഷിംഗ് മെഷീനിൽ കഴിയാൻ ശീലമുള്ളൂ. ഓട്ടോമാറ്റിക് പഠിക്കണം, അതൊക്കെ പറഞ്ഞു തരണം. എനിക്കറിയാം. പിന്നെ എന്റെ വീട്ടിൽ ഒരെണ്ണം 3 ഉണ്ടായിരുന്നല്ലോ എന്റെ. ഓട്ടോമാറ്റിക്കലി അവര് പറഞ്ഞു തരും വീട്ടിൽ വന്നിട്ട്. ഇതേ എന്തെങ്കിലുമൊക്കെ കേടായ എണ്ണയെന്ന് പറഞ്ഞേക്കല്ലേ, കാരണം ഓട്ടോമാറ്റിക് പെട്ടെന്ന് കേടാവെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേടായ നമുക്ക് പറയാം, ഇവിടെ കടയിൽ ആളുണ്ട്, അവിടെ പറയാം. ഗൈസ്, അപ്പോൾ നമ്മൾ ഈ സാധനമാണ് എടുത്തിരിക്കുന്നത് സുഹൃത്തുക്കളെ. ഇത് നമ്മൾ ഇപ്പം വാങ്ങുന്നില്ല, നോക്കി വെച്ചിട്ടുണ്ട്. ഇനി മറ്റന്നാൾ വന്ന് വാങ്ങിക്കും. ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഫ്രിഡ്ജ് ഏതാ മുതലേ 2 ഓപ്ഷൻ വെച്ചേക്കാം. പൊക്കത്തിലുണ്ട് അത് ഈ സൈഡിൽ. ഇത് ഒരെണ്ണം LGയുടേതും. LGയുടേത് അത്യാവശ്യം വലിയ ടൈപ്പാണ് കേട്ടോ. അയ്യോ, ഇത് വെച്ചാൽ അടുക്കള നിറയും വേണ്ട. ഇത് നമ്മൾ അടുക്കളയിൽ കറക്റ്റ് സൈസ് കറക്റ്റ് സൈസ് ആയിരിക്കും. പിന്നെ വേർപൂളാണ്. ടച്ചൊക്കെ ഉണ്ടെന്ന് ചുമ്മാ ഇരിക്കുമ്പോൾ ടച്ചാവും. നമുക്ക് ഫ്രിഡ്ജിനെ സാർ ഇതിന്റെ ഫീച്ചർ എന്താന്ന് വെച്ചാലേ, ഇതിന്റെ ഫ്രീസറിനെ നമുക്ക് ഫ്രിഡ്ജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഫ്രീസറിൽ വെക്കാൻ ഒന്നുമില്ല. ചേട്ടൻ പറഞ്ഞു തന്നതാ. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നോർമൽ ഫ്രിഡ്ജ് ആയിട്ട് യൂസ് ചെയ്യാം. അതുമല്ല സാറിന് ഇത് വേണ്ട, ഫ്രീസർ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. വേറെ പരിപാടികളൊന്നുമില്ല. വാഷിംഗ് മെഷീനെ നോക്കി ഫ്രിഡ്ജ് സെറ്റായി. അപ്പം മറ്റന്നാൾ ഞാൻ വിളിക്കുമ്പോൾ കൊണ്ടിറക്കി തന്നാൽ മതി. ഓക്കെ, മറ്റന്നാളെ നാളെ. എന്തുവാ എല്ലാരും അടങ്ങിപ്പോയി, വീടെത്തി നീ അടങ്ങുന്നില്ലേ? ഭയങ്കര വികാരങ്ങളാ, നവരസങ്ങളാ ഞങ്ങക്ക്, നവരസങ്ങള്. ഓ, സെറ്റിങ് കാര്യങ്ങളൊക്കെ ഇതേ ഇവിടെ കൊണ്ട് ഇറക്കി വെച്ചേക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ. നാളെ നിങ്ങൾ പാലാച്ചനുള്ള വീടാണെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കൂ. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. ഒന്ന് കാണിച്ചു കൊടുത്തേ ഇതൊക്കെ ഒന്ന്. കണ്ട പാലാച്ചുള്ള വീട് കിടക്കുന്ന കിടപ്പ് കണ്ട. അയ്യോ, എന്റെ മുന്നിൽ അങ്ങോട്ടോടൊന്ന് കാണിച്ചാണ്. വൃത്തിയാക്കും. ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. നമുക്ക് കാര്യം കൺഫേം ആയിട്ടാ. നമുക്ക് പാല് കാച്ചിക്കൊണ്ടിരിക്കുമ്പോഴും ഉറക്കമില്ല, അതിൽ പാല് കാച്ചിക്കൊണ്ടിരിക്കുമ്പോഴും ഇവരോട് അല്ലല്ല, ഇന്നത്തെ ദിവസം നമുക്ക് ശിവരാത്രിയാണ്. നാളെ നമ്മൾ പാല് കാച്ചി അപ്പോഴേ നമ്മൾ വീഴും, ഉറപ്പായിട്ടും പാല് കാച്ച വീഴും. പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 2 റൂമിൽ, ഒരു റൂമിൽ കർട്ടന്റെ പണി നടക്കുന്നു, ഒരു റൂമിൽ നമ്മുടെ കബോർഡിന്റെ പണി നടക്കുന്നു. 4 മണിയെ നമ്മളൊന്നും കഴിച്ചില്ല. അടുത്ത് ഇവിടെ നമ്മുടെ പെയിന്റിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, ക്ലീനിങ്ങിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ബ്ലൈൻഡ്സ്, നമ്മളെ അവിടെ ജനലിൽ അവിടെ ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്താ ഒരു വിഷമം? ആ ഉത്സാഹിച്ച് നിൽക്കുക. എന്ത് പറ്റി? ഇതൊക്കെ എപ്പോ ഒതുങ്ങൂ, എങ്ങനെ ഒതുങ്ങുവതല്ലേ? ത്രില്ലിംഗ് എന്ന് വെച്ചാൽ ഇത് ജോലി എടുക്കണമല്ലോ. ഇന്നലെ കാണിച്ചായിരുന്നു. ഇവിടെ അച്ഛൻ ഇവിടെ ഉറക്കുമായിരുന്നു. ഇന്നലെ സിറ്റ് പൊട്ടി ഇവിടെ ചുരുട്ടി കിടന്നൊക്കെ ഇവിടെ കിടന്ന് ഉറങ്ങിയതില്ല. പിന്നെ അടുക്കള പിന്നാമ്പുറത്തെ വിശേഷങ്ങളുമായി മൃദുല കൂടി ചേരുകയാണ്. സമയം ഇപ്പം 4:30. സമയം പറയണോ? അതെ, അടുക്കള വിശേഷമല്ലേ. ഈ തിരിഞ്ഞു നിൽക്കുന്ന ആളിങ്ങോട്ടും തിരിഞ്ഞാണ്. ഇന്നാണ് ഞങ്ങളുടെ ചിന്നു ചേച്ചി. ക്യാമറ ഓൺ ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഉണ്ടല്ലേ നമ്മുടെ ഒളി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ചേച്ചി ഇവിടുത്തെ പെർഫോമൻസുകൾ. എന്തൊരു വിനയോ. ചേച്ചി അടങ്ങണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഉണ്ടാക്കിയത്. നിങ്ങൾ ചേട്ടൻ എപ്പോഴേ മുങ്ങി. ആദ്യം ഏട്ടൻ കട്ട് ചെയ്ത് കുളമാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തത്. അവർക്ക് ചായ കുടിച്ച് ആർക്കാ കൊടുക്കണ്ടേ ചായ? ഞാൻ കുടിച്ചിട്ടായിരുന്നു. നിങ്ങൾ ചായ കുടിച്ചാ? ഒന്നുകൂടി കുടിക്കുന്ന അത് പണി കഴിയാതെ ഒറ്റ ഒരാളെ വെളിയിലെത്താർക്കില്ല. ഗേറ്റ് ഇങ്ങോട്ട് പൊട്ടിയിട്ടാണ്. എന്റെ അമ്മ വെളിയിരിക്കുന്നു. ഒരു ഗ്ലാസ് ചായ. വല്ലാച്ചിന്റെ ഇങ്ങനെ തലേന്നൊക്കെ ഭയങ്കര വൈബാണ് കേട്ടോ. നമ്മളിതേ തെമ്മലേന്റെ കരിയാപ്പൻ തൈ ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ തന്നെ ഇന്നലെ കൊണ്ടുവന്ന് നട്ടു വെച്ചു. ഹേ ഗായ്സ്, സമയം ഒന്നും പറയണ്ട. പണിയെന്ന് വെച്ചാൽ ജോലിയോട് ജോലിയാണ് സുഹൃത്തുക്കളെ. എന്റെ തല നിറച്ച് പൊടിയെന്ന് പറയല്ലേ, പുട്ടി. ആ പെയിന്റിന്റെ പേപ്പർ പിടിക്കണ പുട്ടി.
അതിന്റെ ഇതെന്ന് പറഞ്ഞ പൊടി എന്ന് പറഞ്ഞ ഇങ്ങനെ പൊടി എന്റെ മൂക്ക് നിറച്ചിതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഉപ്പാടായിരുന്നു ഗൈസ്. മൊത്തം പേപ്പർ ഇട്ട് പിടിക്കുകയായിരുന്നു. ഇങ്ങനെ ജോലി അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കി മാറ്റും. പിന്നെ നമ്മൾ ഫോട്ടോ ഫ്രെയിം എല്ലാം ഡ്രിൽ ചെയ്ത് വെക്കും. കർട്ടൻ്റെ ടീം വന്ന് പിന്നെ കർട്ടൻ്റെ ടീമിൻ്റെ കൂടെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ലൈറ്റ് നാളത്തെ പന്തല് അത് പിന്നെ ഫുഡിൻ്റെ കാര്യം നമ്മൾ ഇനി നൈം ബോർഡ് ഫിറ്റ് ചെയ്തിട്ടില്ല. നൈം ബോർഡ് ഫിറ്റ് ചെയ്യണം. TV ഫിറ്റ് ചെയ്തിട്ടില്ല. ഇനി അത് നോക്കണം. ഇനി കുറച്ച് കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. നൈം ബോർഡൊക്കെ ഇനി വന്നിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ. ഇനി ഇത് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. കാരണം നമ്മളെ പണി രാത്രി വിചാരിച്ച സമയത്ത് നമ്മുടെ കുറച്ച് പണികൾ തീർന്നില്ലായിരുന്നു. അപ്പം അത് തീരാത്തതുകൊണ്ട് തന്നെയാണ് ഇത്രയും ടൈറ്റ് വന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഗൈസ് ഇന്ന് രാത്രി ഇത് ഉറക്കമില്ല എന്നത്തെ കാര്യം. ഇന്ന് രാത്രി ഇത് നാളെ ആകുമ്പോഴത്തേക്ക് നമ്മളെ വീട് പാല് കാച്ചും. അയ്യോ ഇത്ര നാളായിട്ട് കഴിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താ വീട്ടിലൂടെ അച്ഛനും ഡിങ്കൻ ചേട്ടനെ വീഡിയോയിൽ കണ്ടിട്ടില്ല. ഡിങ്കൻ ചേട്ടൻ ഞാൻ പറയുമ്പോൾ ചേട്ടൻ ഇതിനായിട്ട് വീഡിയോ കണ്ടിട്ടില്ല. ചേട്ടൻ വീഡിയോയിൽ അങ്ങനെ വരത്തില്ല. അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യത്തിൻ്റെ കൂടെ ഇന്ന് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാട്ടോ. ആ ചേട്ടൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പല കാര്യങ്ങളും സമയത്തിന് നടക്കത്തില്ലായിരുന്നു. അതാണ് ചിരി ചേച്ചി. പിന്നെ അച്ഛനും അമ്മ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നവിടെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ വേണം. ഇതാ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടുകളല്ല പറയണം. പക്ഷേ ഞാൻ ലൈഫിൽ ഇത്ര അലയുന്നത് അപ്പം ഇത്രയും ഞാൻ സ്ട്രഗിളും ചെയ്ത് ഇത്രയും ഞാൻ എവളും ഒന്നിച്ച് നിന്നിട്ട് നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി ആണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കുഴപ്പമില്ല. നമ്മളെ വിഷമങ്ങളും അല്ലെങ്കിൽ ഇത്രയും നാളത്തെ കഷ്ടപ്പാടുകളെല്ലാം ഇന്ന് രാത്രിത്തോടു കൂടി തീർന്ന് നമ്മൾ നാളെ കയറാൻ പോവാണ് നമ്മളെ വീട്ടിലോട്ട്. ആ ഒരു ദിവസം മുന്നിട്ടാണ്. ആ ഒരു ദിവസത്തെ ഓർത്ത് ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് നമുക്ക് ഒരിക്കലും ഒന്നും തോന്നത്തില്ല. അപ്പം ഇന്നിപ്പോൾ രാത്രി നമ്മൾ നമുക്ക് നാളെ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടില്ല. സമയം 10 മണിയായി. അമ്മ കുഞ്ഞിനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് വേടാമേ. ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഇനി കുറച്ചും കൂടി ഉണ്ട്. കണ്ണടക്കി